പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWന്റെ ഡൈനാമിക് വീക്കിലി എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് സെർവ് സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന ഫോർമർ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ പുതുതായി വാങ്ങിയ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലെ വീട് ഹാങ്മാൻ ആദം പേജ് പൂർണ്ണമായി കത്തിക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ്. AEWയിൽ ഇതുവരെ അവർ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റോറിയും മികച്ച ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇതുവരെ AEW ഇത്തരത്തിൽ ലോങ് ടൈം സ്റ്റോറി ലൈനുകൾ അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ ഹാങ്മാൻ ആദം പേജും സെർവ് സ്ട്രിക്ലാൻഡും കൂടി ഇപ്പോൾ ചെയ്തു വരുന്ന ഈ ഒരു സ്റ്റോറി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ ഞായറാഴ്ച രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന AEWന്റെ ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ ഇവരുടെ മത്സരമായിരിക്കും മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത്. സ്റ്റീൽ കേജ് മത്സരമാണ്. കൂടാതെ ഈ ഡൈനാമിക് എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം AEW ഓണറായ ടോണി ഖാൻ പറയുന്നുണ്ട് ഇതൊരു അൺസാങ്ഷൻഡ് ലൈറ്റ്സ് ഔട്ട് മത്സരമാണ് എന്നുള്ളത്. ഈ മത്സരത്തിൽ എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് അതിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ടോണി ഖാൻ ഉദ്ദേശിക്കുന്നത്. കിടിലൻ സ്റ്റോറി ലൈൻ്റെ ഒരു എൻഡിംഗ് ആണ് ഓൾ ഔട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റീൻസും പോൾ ഹേമനും ഒരുമിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പക്ഷേ അതിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് അത് WWE പുറത്ത് വെച്ചിട്ടുള്ള ഒരു ഒരുമിക്കലാണ് എന്നുള്ളതാണ്. അതിൽ നിന്നും പോസിറ്റീവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് റോമൻ റീൻസും പോൾ ഹേമനും ഒരുമിച്ച് ഓൺ സ്ക്രീനിൽ വരുന്നു. അത് WWE റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പോലും TV-യിലൊക്കെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ സാധ്യതയുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് വരുന്നത് ഇനി വരുന്ന സ്റ്റോറി ലൈനിലേക്കുള്ള ഒരു സ്റ്റെപ്പായിരിക്കും െന്ന് നമുക്ക് കരുതാം. അല്ലാതെ WWE റോമൻ റീൻസിനെയും പോൾ ഹേമനെയും ഒരുമിച്ചൊരു പ്രോഗ്രാമിലേക്ക് വിടില്ല. എന്തായാലും ഇത് WWE റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമല്ല, ഒരു ഇൻ്റർവ്യൂ സെഷൻ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോമൻ റീൻസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് WWE ബോക്സ് ഓഫീസിലെ നമ്പർ 1 റെസ്ലർ എന്നാണ്. പോൾ ഹേമനെ ഹോൾ ഓഫ് ഫെയിമറായും റോമൻ റീൻസിൻ്റെ വൈസ്മാൻ ആയിട്ടുമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ WWE ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് പോൾ ഹേമനെയും റോമൻ റീൻസിനെയും ആ സെക്ഷനിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സ് കൊണ്ടുവരുന്നത്. എന്തായാലും റോമൻ റീൻസും പോൾ ഹേമനും WWE ഭാവിയെ സംബന്ധിച്ചും സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ പങ്കുവെക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂസ് ഇവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഞാൻ നാളെ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.